നമ്മുടെ ഹോം സ്റ്റേയിൽ ഗസ്റ്റുകൾ ആരുമില്ലാതെ വെറുതെ ഗ്രാമത്തിൽ വായി നോക്കി നടക്കുന്നതിനിടയിലാണ് ഒരു വെളിപാടുണ്ടായത്. ലഡാക്കിലേക്ക് വെച്ച് പിടിക്കാൻ മണാലിയിൽ നിന്നും കിലോങ് വഴി ബസ് യാത്രയാണ് ആദ്യം പ്ലാൻ ചെയ്തത്. ഡൽഹി സ്വദേശിയായ സുഹൃത്ത് രാഹുൽ മണാലിയിൽ നിന്നും ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞതോടെ മണാലിയിൽ നിന്നും ബൈക്ക് വാടകയ്ക്കെടുത്ത് രാവിലെ തന്നെ യാത്ര തുടങ്ങി. നമ്മുടെ ഹോം സ്റ്റേയിൽ നിന്നും മണാലിയിലേക്ക് 80 കിലോമീറ്റർ ദൂരമുണ്ട്. ലഡാക്കിലേക്കുള്ള എൻ്റെ 6ാമത്തെ യാത്രയാണ് ഇത്. ഒരു തയ്യാറെടുപ്പോ ലക്ഷ്യങ്ങളോ ഇല്ലാതെ പെട്ടെന്നുള്ള യാത്രയായിരുന്നു അത്. ചില യാത്രകൾ അങ്ങനെയാണ്. തീരുമാനിച്ച ലക്ഷ്യസ്ഥാനത്തേക്കായിരിക്കില്ല പലപ്പോഴും എത്തിച്ചേരുക. അതിനേക്കാൾ മനോഹരമായ ചിലയിടത്തേക്കാവും ഒടുവിൽ എത്തിച്ചേരുക. ഈ യാത്രയും അങ്ങനെ ഒന്നായിരുന്നു. രാഹുലും എന്നെപ്പോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞങ്ങളുടെ 2 പേരുടെ യാത്രകളിലും 90% ഒറ്റയ്ക്കുള്ള യാത്രകളായിരുന്നു. മണാലിയിൽ നിന്നും സിസുവും പിന്നിട്ട് 70 കിലോമീറ്റർ അകലെയുള്ള കിലോങ് എന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു ഉൾവിളി ഉണ്ടായത്. കിലോങ്ങിന് സമീപത്തെ കർദാങ് മൊണാസ്ട്രി കാണാം. ധാരാളം ടിബറ്റൻ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികൾ ഉള്ള സ്ഥലമാണ് കിലോങ്. ഒരുപാട് തവണ കിലോങ്ങിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരുപാട് മൊണാസ്ട്രികളും സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ മിസ് ചെയ്ത ഒരു സ്ഥലമാണ് കർദാങ് മൊണാസ്ട്രി. ഒരു ചായ കുടിക്കാനായി കിലോങ്ങിലെത്തിയപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ഉൾവിളിയിൽ നിന്നാണ് കർദാങ് മൊണാസ്ട്രിയിലേക്ക് എൻ്റെ പ്ലാൻ മാറ്റിയത്. ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്ത് രാഹുൽ ഒരു എത്തീസ്റ്റാണ്. നിരീശ്വരവാദത്തിൻ്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഭയാനകമായ വർഷം ഞാൻ ആദ്യമായി കാണുന്നത് ഇവനിലാണ്. പള്ളിയോ അമ്പലമോ മൊണാസ്ട്രിയോ ദേവാലയം ഏതുമാകട്ടെ അതിൻ്റെ 7 അയലത്തേക്ക് പോകില്ല കക്ഷി. പള്ളികളിലും അമ്പലങ്ങളിലും മോസ്കുകളിലും മൊണാസ്ട്രികളിലുമൊക്കെ ഞാൻ പതിവായി പോകാറുണ്ട്. പക്ഷേ അതൊന്നും വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടല്ല. ഞാൻ 100% ദൈവവിശ്വാസിയും 0% മതവിശ്വാസിയുമാണ്. അവസാനം വളരെ ദീർഘമായ ചർച്ചകൾക്കൊടുവിൽ ഒരു തീരുമാനത്തിലെത്തി. ഞാൻ മൊണാസ്ട്രിയിൽ പോയി വരുന്നത് വരെ അവനിവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു. ഞാൻ തിരിച്ചെത്തുന്നത് വരെ ചില്ല് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അവൻ അപ്പോഴേക്കും സെറ്റപ്പാക്കി കഴിഞ്ഞിരുന്നു. എതിർവശത്ത് കാണുന്ന മലയിലാണ് കർദാങ് ഗ്രാമം. അവിടെ ദൂരെ മലഞ്ചെരുവിൽ കാണുന്ന വലിയ കെട്ടിടമാണ് കർദാങ് മൊണാസ്ട്രി. കിലോങ്ങിൽ നിന്നും മൊണാസ്ട്രിയിലേക്ക് മലയെ ചുറ്റി ഒരു റോഡുണ്ട്. ഷെയറിംഗ് കാറുകളും വണ്ടിയുമൊക്കെ ഇവിടെ കിട്ടും. സുഹൃത്തിനെ അവൻ്റെ വഴിക്ക് വിട്ട് മൊണാസ്ട്രിയിലേക്കുള്ള വണ്ടി വിളിക്കാനായി ഞാൻ സ്റ്റാൻഡിലേക്ക് എത്തി. അപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്. 2 ദിവസം മുൻപ് പെയ്ത മഴയിൽ മൊണാസ്ട്രിയിലേക്കുള്ള വഴി തകർന്നു കിടക്കുകയാണ്. വാഹനങ്ങളൊന്നും അവിടേക്ക് പോവില്ല. മറ്റൊരു ഓപ്ഷനുള്ളത് കിലോങ്ങിൽ നിന്നും ട്രെക്ക് ചെയ്ത് മൊണാസ്ട്രിയിലേക്ക് എത്താം. 2 കിലോമീറ്റർ മലയിറങ്ങി നദി മുറിച്ചു കടന്ന് വീണ്ടും 3 കിലോമീറ്റർ മല കയറിയാൽ മൊണാസ്ട്രിയിലേക്ക് എത്താം. തിരികെ രാഹുലിൻ്റെ അടുത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ വയ്യ. അതിലും ഭേദം ആത്മഹത്യയാണ്. അതുകൊണ്ട് നടക്കാൻ തന്നെ തീരുമാനിച്ചു. 5 കിലോമീറ്ററാണ് ഒരു വശത്തേക്കുള്ള ദൂരം. അങ്ങനെ ഇന്ന് മൊത്തം 10 കിലോമീറ്റർ ട്രെക്ക് ചെയ്യണം. എന്തായാലും രാഹുലിൻ്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമായി. എവരിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നതാണ് എൻ്റെ വിശ്വാസ പ്രമാണം. അത് പൂർണ്ണമായും അർത്ഥവത്തായ ഒരു യാത്രയായിരുന്നു ഇത്. കാരണം വണ്ടിയിലാണ് ഞാൻ മൊണാസ്ട്രിയിലേക്ക് പോയിരുന്നതെങ്കിൽ ഈ കാഴ്ചകളൊക്കെ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. നിങ്ങൾക്കും. അത്രമാത്രം മനോഹരമായ യാത്രയായിരുന്നു അത്. രണ്ട് കിലോമീറ്റർ മലയിറക്കം മനോഹരമാണെങ്കിൽ പിന്നീടുള്ള 3 കിലോമീറ്റർ മലകയറ്റം അതിമനോഹരമാണ്. കാട്ടുപൂക്കൾ നിറഞ്ഞ വഴിയിലൂടെയാണ് നദിയിലേക്ക് പോകേണ്ടത്. അവിടെ ചെറിയൊരു പാലമുണ്ട്. കിലോങ്ങിനെയും കർദാങ്ങിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ നദിയുടെ പേര് ബാഗ എന്നാണ്. 2 ദിവസമായി തകർത്ത് പെയ്ത മഴയിൽ കലങ്ങി മറിഞ്ഞാണ് പുഴയൊഴുകുന്നത്. ബാഗ നദി താന്തി ഗ്രാമത്തിൽ വെച്ച് ചന്ദ്രനദിയുമായി ചേർന്ന് ചന്ദ്രഭാഗ ആയിത്തീരും. ചന്ദ്രഭാഗ പിന്നീട് ചെനാബ് നദിയായി ജമ്മു കാശ്മീരിലൂടെ ഒഴുകി അവസാനം പാകിസ്ഥാനിലേക്ക് എത്തിച്ചേരും. ചുരുക്കത്തിൽ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദിയാണ് ഇത്. പാലം കടക്കുന്നതോടെ കർദാങ് ഗ്രാമത്തിൻ്റെ അതിർത്തിയിലേക്കെത്തും. പിന്നീട് 3 കിലോമീറ്റർ മലകയറ്റമാണ്. അതിമനോഹരമായ ഒരു ഗ്രാമമാണ് കർദാങ്. സമുദ്രനിരപ്പിൽ നിന്നും 11,500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഹിമാലയൻ ഗ്രാമമാണ് കർദാങ്.
എതിർവശത്തെ മലയിൽ കാണുന്നതാണ് കീലോങ് പട്ടണം. അവിടെ നിന്നാണ് ഞാൻ യാത്ര തുടങ്ങിയത്. പേരറിയാത്ത ഒരുപാട് ഹിമാലയൻ കാട്ടുപൂക്കൾ നിറഞ്ഞ വഴിയാണ് ഇത്. ഖർദാങ് ഗ്രാമം വരെ ഒറ്റ വഴിയാണ് എന്നാണ് പറഞ്ഞത്. ഗ്രാമത്തിൽ നിന്നും മൊണാസ്ട്രിയിലേക്കുള്ള വഴി അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഇതാണ് കർദാങ്, ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദര ഗ്രാമം. കർദാങ് പൂർണ്ണമായും ഒരു കാർഷിക ഗ്രാമമാണ്. ആപ്പിളും പ്ലമ്മും കോളിഫ്ലവറും ക്യാബേജും ഉരുളക്കിഴങ്ങും എല്ലാം കൃഷി ചെയ്യുന്ന മനോഹര ഗ്രാമം. ഗ്രാമീണരെല്ലാവരും തന്നെ കൃഷിപ്പണിയിൽ തിരക്കിലാണ്. ഒന്ന് രണ്ട് ഹോം സ്റ്റേകൾ ഈ ഗ്രാമത്തിലുണ്ട്. ഗ്രാമീണരിൽ ഭൂരിഭാഗവും ബുദ്ധമത വിശ്വാസികളാണ്. ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാൻ മടിയുള്ളവരാണ് ഗ്രാമത്തിൽ പലരും, പ്രത്യേകിച്ചും സ്ത്രീകൾ. മൊണാസ്ട്രിയിലേക്കുള്ള വഴി ചോദിച്ച സ്ത്രീകളാരും തന്നെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാൻ താല്പര്യപ്പെട്ടില്ല. കീലോങ്ങിൽ നിന്നും മൊണാസ്ട്രിയിലേക്ക് എത്തിച്ചേരാൻ വാഹനങ്ങൾക്ക് പോകാനുള്ള വഴിയുണ്ടെങ്കിലും ഈ ഗ്രാമത്തിൽ നിന്നും മൊണാസ്ട്രിയിലേക്ക് പോകാൻ കൃത്യമായൊരു വഴിയില്ല. പലരുടെയും അടുക്കള മുറ്റത്തുകൂടെയും പശുത്തൊഴുത്തിനകത്തുകൂടെയുമെല്ലാമാണ് യാത്ര. ഉരുളക്കിഴങ്ങാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങിനൊപ്പം ക്യാബേജും കോളിഫ്ലവറുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി. വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതിലപ്പുറം അതിമനോഹരമാണ് ഈ ഗ്രാമം. കൃഷിപ്പണിക്കിടയിൽ ഉച്ചഭക്ഷണം കഴിക്കുകയാണ് ഈ കുടുംബം. ഒരു പരിചയവുമില്ലാത്ത എന്നെയും അവർ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചെങ്കിലും ഞാൻ സ്നേഹപൂർവ്വം നിരസിച്ചു. ഗ്രാമത്തിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ കൂടി മല കയറിയാലാണ് മൊണാസ്ട്രിയിലേക്ക് എത്തുക. ഗ്രാമത്തിൽ നിന്നും മൊണാസ്ട്രിയിലേക്ക് കൃത്യമായൊരു വഴിയില്ല. പുൽമേട്ടിലൂടെ നടന്നു വേണം പോകാൻ. ഇതാണ് കീലോങ് പട്ടണത്തിൻ്റെ വിശാല ദൃശ്യം. കീലോങ് ഇപ്പോൾ എനിക്ക് താഴെയായി. മണാലിയിൽ നിന്നും ലഡാക്കിലേക്കുള്ള യാത്രയ്ക്കിടയിലെ പ്രധാന പട്ടണമാണ് കീലോങ്. മണാലിയിൽ നിന്നും കീലോങ്ങിലേക്ക് തുടർച്ചയായി ബസ് സർവീസുകളുണ്ട്. അതുപോലെ കീലോങ്ങിൽ നിന്നും പുലർച്ചെ 5:30-ക്കാണ് ലഡാക്കിലേക്കുള്ള ബസ് സർവീസ്. ഈ കാട്ടുവഴി ചെന്നെത്തുന്നത് മൊണാസ്ട്രിയിലേക്കാണ്. വഴി തെറ്റിയോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും മൊണാസ്ട്രിയുടെ സ്തൂപം കണ്ടപ്പോഴാണ് ആശ്വാസമായത്. അങ്ങനെ 5 കിലോമീറ്റർ ട്രെക്കിങ്ങിന് ശേഷം മൊണാസ്ട്രിയിലേക്ക് എത്തി. ഗോംബ എന്നറിയപ്പെടുന്ന കർദാങ് മൊണാസ്ട്രിയാണ് ഇത്. ഹിമാചലിലെ ലാഹോൾ സ്പിത്തി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ദ്രുപ്പ കാഗ്യു മൊണാസ്ട്രി എന്ന പേരിലുള്ള ഒരു ബുദ്ധമത ക്ഷേത്രമായിരുന്നു ഇവിടെ മുൻപ് ഉണ്ടായിരുന്നത്. ഏകദേശം 900 വർഷം മുൻപ് പണിത ക്ഷേത്രം നാശോന്മുഖമായതിനു ശേഷം ലാമ നോർബു റിംപോച്ചെ 200 വർഷം മുമ്പ് പുതുക്കി പണിത ക്ഷേത്രമാണ് ഇത്. വളരെ ചെറിയൊരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിനകത്ത് സന്യാസിമാരുടെ പ്രാർത്ഥന നടക്കുകയാണ്. ആറ് സന്യാസിമാർ ക്ഷേത്രത്തിനകത്ത് പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഉരുവിടുന്നുണ്ട്. ടൂറിസ്റ്റായോ തീർത്ഥാടകനായോ ഞാനല്ലാതെ മറ്റാരും തന്നെ ഈ ക്ഷേത്രത്തിലില്ല. അവരുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വളരെ സൂക്ഷിച്ചാണ് ഞാനെല്ലാം ചിത്രീകരിച്ചത്. ക്ഷേത്രത്തിനോട് ചേർന്ന് മൊണാസ്ട്രിയുടെ കീഴിലുള്ള കെട്ടിടങ്ങളിൽ തീർത്ഥാടകർക്ക് വേണ്ടി താമസ സൗകര്യം ലഭ്യമാണ്. പക്ഷേ ഭക്ഷണം ഇവിടെ കിട്ടില്ല. അതുതന്നെയാണ് പ്രധാന പ്രശ്നവും. അടുത്തെങ്ങും ഒരു ചായക്കട പോലുമില്ല. പാക്കറ്റ് ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് വന്ന് ഒരു ദിവസം ഇവിടെ താമസിക്കണമെന്നാണ് എൻ്റെ പ്ലാൻ. ബുദ്ധധർമ്മത്തെക്കാൾ ഉപരി ബുദ്ധനെ ആരാധിക്കുന്ന, അന്ധവിശ്വാസങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്ന ഇന്നത്തെ ബുദ്ധിസത്തിലെ പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും
ഒരു ദേവാലയത്തിൽ നിന്ന് കിട്ടുന്ന ശാന്തത അതിൻ്റെ പീക്ക് ലെവലിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളിൽ നിന്നാണ്. ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികൾക്കകത്തെ തണുപ്പും നിശബ്ദതയും പകർന്ന ശാന്തത വിവരിക്കാനാവില്ല. കീലോങ്ങിലേക്കോ കീലോങ് വഴി ലഡാക്കിലേക്കോ പോകുന്നവർ ഒരിക്കലെങ്കിലും ഖർദാങ് ഗ്രാമവും ഈ മൊണാസ്ട്രിയും സന്ദർശിക്കണം. സമുദ്രനിരപ്പിൽ നിന്നും 15,000 അടി ഉയരത്തിലുള്ള രംഗ്ച കൊടുമുടിയിലാണ് ഈ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. രംഗ്ച കൊടുമുടിയുടെ ചെരുവിൽ കീലോങ് പട്ടണത്തിന് അഭിമുഖമായിട്ടാണ് ഈ മൊണാസ്ട്രി നിലകൊള്ളുന്നത്. ഡങ്ചൻ എന്നറിയപ്പെടുന്ന ഉപകരണമാണ് ഇത്. മൊണാസ്ട്രിയിലെ പ്രാർത്ഥനയ്ക്ക് മുൻപും പ്രാർത്ഥനയ്ക്ക് ശേഷവുമാണ് ഇത് ഊതുന്നത്. ഇത് ഊതുന്നതിന് പിന്നിൽ 2 കാരണങ്ങളുണ്ട്. പ്രാർത്ഥന തുടങ്ങാൻ പോകുന്നതും അവസാനിച്ചതും മതവിശ്വാസികളെ അറിയിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഇതിൻ്റെ വൈബ്രേഷൻ അന്തരീക്ഷത്തിലെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കി ശുദ്ധമാക്കി തീർക്കും എന്നതാണ്. അകലെ കീലോങ്ങിലെ മലനിരകൾ വരെ ഇതിൻ്റെ പ്രകമ്പനം പ്രതിധ്വനിക്കുന്നുണ്ട്. ഇനി മലയിറക്കമാണ്. സുഹൃത്ത് കാത്തു നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മൊണാസ്ട്രി കണ്ട് തിരിച്ചെത്താം എന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ കാഴ്ചകളൊന്നും ജീവിതത്തിൽ എപ്പോഴും കിട്ടുന്നതല്ല. ഓരോ പുൽക്കൊടിയും പൂവുമെല്ലാം കണ്ട് ആസ്വദിച്ചു തന്നെയാണ് ഞാൻ യാത്ര ചെയ്തത്. കീലോങ്ങിൽ നിന്നും 50 കിലോമീറ്റർ അകലെയുള്ള ത്രിലോക്നാഥ് ക്ഷേത്രത്തിലെയും 90 കിലോമീറ്റർ അകലെയുള്ള ജിസ്പ ഗ്രാമത്തിലെയും കാഴ്ചകളുമായി വീണ്ടും കാണാം. കാത്തിരിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവേത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നന്ദി.